Is absolutely normal, 100% normal. Accident ഉണ്ടാകുന്ന മുമ്പുള്ള അതേ നോർമലിറ്റി പുള്ളി വന്നു. നിങ്ങളുടെ അതിശയം ഭാവിയിൽ ഒരു നോബൽ പ്രൈസ് കിട്ടുന്നതാകും. നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു, ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ അടൂരിലെ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ. ആളൊരു ഞായറാഴ്ച ദിവസം ഒരു മേജർ വാഹനാപകടത്തിൽ വളരെ മോശം അവസ്ഥയിൽ ലൈക് മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തുകയായിരുന്നു. ഇവിടെ വരുന്ന സമയത്ത് ആളുടെ BP ഒന്നും റെക്കോർഡബിളേ അല്ല. ഷോക്ക് എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരുന്നു. അതായത് രക്തം വാർന്നു പോയിട്ട് ശരീരത്തിലെ ഓക്സിജന്റെ അളവ്, നമ്മൾ സാച്ചുറേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ കുറവായിരുന്നു. BP റെക്കോർഡബിൾ പോലും അല്ല. ആളെ ഉടനെ തന്നെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഒരു അടുത്ത 2-3 മണിക്കൂർ കൊണ്ട് ബ്ലഡ് ഒക്കെ കൊടുത്ത് ആളൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് സ്കാൻ എടുത്തു. സ്കാൻ എടുത്തതിൽ തലച്ചോറിന്റെ പ്രതലത്തിലൊരു വലിയ ക്ലോട്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുകയും തലയൊട്ടി നീക്കം ചെയ്യും, ആ ക്ലോട്ട് പൂർണ്ണമായിട്ട് നമ്മൾ നീക്കം ചെയ്യുകയും ചെയ്തു. അതിന് ശേഷം 1-2 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ക്രമേണ സെഡേഷനൊക്കെ നിർത്തി ആള് ബോധം തെളിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആളെ നമ്മൾ വെന്റിലേറ്ററിൽ നിന്നൊക്കെ മാറ്റി. ആളുടെ മുഖത്തെ എല്ലുകൾക്കും താടിയുടെ എല്ലുകൾക്കും സാരമായ പൊട്ടലുള്ളത് കൊണ്ട് തൊണ്ടയിൽ ഒരു ട്യൂബ് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്ന ട്യൂബ്. അതും കൂടെ ആ ഓപ്പറേഷൻ കൂടെ ചെയ്തിട്ടാണ് ആളെ തിരിച്ച് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. സെഡേഷനൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ആൾക്ക് ക്രമേണ ബോധമൊക്കെ തെളിഞ്ഞതോടുകൂടി ആളെ വെന്റിലേറ്ററിൽ നിന്ന് നമ്മൾ മാറ്റി. പിന്നെ അതിനുശേഷം ആളുടെ ലങ്സിനും കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, പരിക്കൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. ക്രമേണ ആളുടെ രോഗാവസ്ഥ എല്ലാം ബെറ്ററായി, ആളുടെ ജനറൽ കണ്ടീഷൻ ബെറ്റർ ആവുന്നതനുസരിച്ച് നെഞ്ചിലെ ട്യൂബൊക്കെ മാറ്റി ആളെ പതുക്കെ ഫിസിയോതെറാപ്പി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ റൂമിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. പിന്നെയും ആൾക്ക് ഈ നെഞ്ചിന്റെ പരിക്കൊക്കെ മൂലം നെഞ്ചിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ട്രീറ്റ് ചെയ്ത് ഭേദമായി. പിന്നെ ഈ വയറിലെ അറയിൽ സൂക്ഷിച്ചിരുന്ന എല്ല് തിരിച്ചെടുത്ത് തലയിലേക്ക് ഘടിപ്പിക്കുകയും അതിനുശേഷം തൊണ്ടയിലെ ട്രക്കിയോസ്റ്റമി ട്യൂബും മാറ്റി ആള് വീണ്ടും സംസാരിച്ചു തുടങ്ങി, വാ വഴി ഭക്ഷണം എടുത്തു തുടങ്ങി. അപ്പം അമീൻ ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ്. വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് അമീൻ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത്. പുള്ളിക്കാരനാണെങ്കിലും പഠിത്തത്തിൽ മിടുക്കനാണ്. ആള് ഇപ്പോ SSLC എക്സാം പകുതി എഴുതി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. എഴുതിയ പേപ്പറിനെല്ലാം ആൾക്ക് A+ ഒക്കെ ഉണ്ട്. ഇനിയും മുന്നോട്ട് പഠിച്ച് മിടുക്കനായി വരണമെന്നുള്ളതാണ് അമീന്റെ ആഗ്രഹം. ആളുടെ മുന്നോട്ടുള്ള യാത്രകളെല്ലാം തന്നെ സക്സസ്ഫുൾ ആകുമെന്നും ആള് ഒരു മിടുക്കനായി വരുമെന്നും നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അമീനെ പോലെയുള്ള ഒട്ടനവധി രോഗികൾക്ക് സാന്ത്വനമായിട്ട് നമ്മൾ എന്നും ഇവിടെ ഉണ്ടാകും. താങ്ക് യു. എൻ്റെ പേര് ഷെരീഫ്, ആദ്യമായിട്ട് പോകുന്ന സ്ഥലം. 2 മാസത്തിന് മുമ്പ് എൻ്റെ മോന് ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി. മുഖാന്തരം ലൈഫ് ലൈനിൽ എത്തിച്ചു. ട്രീറ്റ്മെൻറ്റ് ചെയ്ത വിഷ്ണു ഡോക്ടറാണ്. ഡോക്ടർ നല്ല രീതിയിൽ എല്ലാ ട്രീറ്റ്മെൻറ്റും ഓപ്പറേഷനും എല്ലാം നല്ല രീതിയിൽ നടത്തി നല്ല ട്രീറ്റ്മെൻറ്റായി ആൾ സ്റ്റഡിയായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ രീതിയിലാണ് എല്ലാ ഡോക്ടറും നോക്കി എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുകയും എടുക്കുകയും എല്ലാം നല്ല ഓക്കെ ആയിട്ടുണ്ട്.